എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മലബാർ സ്പെഷ്യൽ വിഭവമായിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ സ്വന്തം ഇതൽ പത്തിരി അല്ലെങ്കിൽ ഇതൽ ഒറോട്ടി എന്ന് പറയുന്ന സംഭവം. നമ്മുടെ കിണ്ണത്തപ്പൊക്കെ ഇല്ലേ, കിണ്ണത്തപ്പത്തിന്റെ കളിനായിട്ട് വരും. പക്ഷെ ചെയ്യുമ്പോൾ അത് അടക്കടക്കായിട്ട് ചെയ്യുന്നത് മാത്രം. ടേസ്റ്റിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ചെയ്യുമ്പോൾ ഒരു കൗതുകമാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് അങ്ങനെ തോന്നിയത് നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ഇതിൽ ചിലവർ ചെയ്യുമ്പോൾ ഒരു ലെയർ റെഡി ആയതിനു ശേഷം അതിന്റെ മേലെ നെയ്യ് പുരട്ടിയിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടി പിടിക്കുന്നത് പോലെ തോന്നി എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ റെസിപ്പിയിൽ ആ ഒരു പോർഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി കുറേ പേര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കാണാത്തവർ കാണാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഇതൽ പത്തിരി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മലബാർ സ്പെഷ്യൽ ഇതൽ പത്തിരി റെഡിയാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ജീരകശാല അരിയാണ്. ജീരകശാല അരി ആദ്യം തന്നെ നന്നായി പലതവണ വാഷ് ചെയ്യുക. അതിനുശേഷം അറ്റ്ലീസ്റ്റ് 3 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കുക. അങ്ങനെ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞു വെച്ചിരിക്കുന്ന അരിയാണിത് കേട്ടോ. അപ്പൊ ജീരകശാല അരിയാണ് ഏറ്റവും ബെസ്റ്റ് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അതേസമയം നിങ്ങൾക്ക് പച്ചരി വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ പായസം റൈസ് ഇല്ലേ, ഉണക്കലരി വെച്ചിട്ടും തയ്യാറാക്കാം. പക്ഷെ മലബാറുകാർ എപ്പോഴും ഇതേപോലെ ജീരകശാല, അതായത് കൈമ റൈസ് വെച്ചിട്ടാണ് റെഡിയാക്കാറുള്ളത് കേട്ടോ. 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ജീരകശാല അരി. ഇതിനെ നമുക്ക് അരച്ചെടുക്കണേ. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ഉപ്പാണ്. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പ് ഇടരുത്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ പഞ്ചസാര ഇടാറില്ല, പക്ഷെ ഞാൻ പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് അതാണ് കുറച്ചും കൂടി ഇഷ്ടം തോന്നിയത്. അത് നമ്മുടെ കിണ്ണത്തപ്പത്തിന്റെ ഒക്കെ ഒരു സ്വാദായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷനിലാണ്, ആവശ്യമില്ലെങ്കിൽ ഇടണ്ട കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിത് അരയ്ക്കാൻ ഉപയോഗിക്കുന്നത് നല്ല തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 2 ബോക്സ് തേങ്ങ എടുത്തിട്ട് അതിലോട്ട് 1.25 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി അരച്ചതിന് ശേഷം പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ്. ഇതിപ്പോൾ മൊത്തം 2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഉണ്ട്. ഇത് നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതങ്ങ് അരച്ചെടുക്കണം. അല്ല, മഷി പോലെ അരയ്ക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ മാവ് ഞാനിവിടെ മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് അരഞ്ഞില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഒരു അരിപ്പക്കൂട്ടി ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പൊ പിന്നെ ഒട്ടും തന്നെ തരി വരില്ല, നല്ല ഫൈൻ ആയിട്ടുള്ള മാവായിട്ട് വരും. ഇപ്പൊ ഇത്രയും കട്ടി പാടില്ല. ഇതിപ്പോ ഒരു ദോശമാവിന്റെ കട്ടിയില്ലേ, നമുക്ക് കുറച്ചും കൂടി ലൂസ് ആക്കണം. അപ്പൊ ഞാൻ എന്തെങ്കിലുള്ള ബാക്കിയും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ മൊത്തത്തിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, നല്ല ലൂസ് ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വാദ് കിട്ടുക. നമ്മുടെ ഇതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂണും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന തേങ്ങാപ്പാലിന്റെ 2 ഗ്ലാസും 2 ടേബിൾ സ്പൂൺ ആണ്. അപ്പൊ അരി അനുസരിച്ച് മാറ്റം വരും. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇതുപോലെ ലൂസ് ആയിരിക്കണം. അതേസമയം നമ്മൾ ഈ തവിയുടെ ബാക്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെ അടയാളം വരാൻ വേണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അടയാളം വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒട്ടും തന്നെ തിക്നെസ് ഇല്ല എന്നാണ്. അപ്പൊ ഈ ഒരു പരുവം കറക്റ്റ് ആണ്. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ കോരി ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇത്രയുള്ള പരിപാടി. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കണം. അപ്പൊ അതിന് മുമ്പായിട്ട് ഇതിന്റെ രുചി ഒന്ന് നോക്കണം. കുറച്ചും കൂടി ഉപ്പാവാം. ഇത് നമ്മളെ ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയും വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമ്മളുടെ സോയയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന, മഷ്റൂമിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ചെറിയൊരു മധുരം ഉണ്ടെങ്കിൽ നല്ല എരിവുള്ള കറിയുടെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകം കൂടെ ചേർക്കാം കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. അതുപോലെ തന്നെ മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ട ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ആ അരി അടിക്കുന്ന സമയത്ത് മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം അടിച്ചെടുക്കാം. പക്ഷെ ഞാൻ ഇതിന് മുട്ട ചേർക്കുന്നില്ല, ഇത് പ്യുവർ വെജ് വെർഷനാണ്. അപ്പോൾ നമുക്കിനി ഇത് റെഡിയാക്കി സ്റ്റീം ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയി ഉറപ്പ് വരുത്തണേ. അപ്പൊ ഇത് നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ ഒരു കേക്കിന്റെ ടിന്ന് വെച്ച് അതിലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എന്തിനാണെന്നറിയാമോ, നമ്മൾ പ്ലേറ്റ് ആണ് വെക്കാൻ പോകുന്നത്. ആ പ്ലേറ്റ് ഇതിൽ വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് അടിക്കുകയും തുടങ്ങും. അപ്പൊ പ്ലേറ്റ് ഇങ്ങനെ ഇളകാൻ തുടങ്ങും. അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് സ്റ്റീമർ, നോർമൽ ആയിട്ടുള്ള സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ച് കൊടുത്താൽ മതി. വെള്ളം നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഓൺ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് എടുക്കാം. അതില്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന പോലെ, താഴെയുള്ള കാണിച്ചിരിക്കുന്ന പോലത്തുള്ള നമ്മുടെ കേക്ക് ടിന്നാണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റിൽ ഒന്നില്ലെങ്കിൽ നെയ്യ് തടവാം, അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തടവി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയാണ് തടവിയിരിക്കുന്നത്. ഒട്ടി പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ തടവാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഇത് സ്റ്റീം ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് ഇളക്കിയതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1.5 തവി ഒഴിക്കാം.
എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം അപ്പോൾ നമുക്കൊരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം ആദ്യത്തെ ലെയർ കേട്ടോ. ഓരോ ലെയറും നമുക്ക് 3 മിനിറ്റ് കുക്ക് ചെയ്യണം. അതിനുശേഷം അവസാനം എല്ലാം ഒഴിച്ചതിന് ശേഷം ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ മൊത്തത്തിൽ കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ആദ്യത്തെ ലെയർ കുക്കായിട്ട് നമുക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഒന്നില്ലെങ്കിൽ നമുക്ക് നെയ്യ് തടവി കൊടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ തടവി കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് തടവി കൊടുക്കാൻ പോകുന്നത്, കാരണം ലെയേഴ്സ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ലൈറ്റായിട്ട് തടവി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. നിങ്ങൾക്ക് എത്ര ലെയർ വേണം, ഇപ്പോൾ ഞാനൊരു 10 ലെയറാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആ 10 ലെയർ റെഡി ആവുന്നവർ ഇതേപോലെ തന്നെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. വെള്ളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാൻ മറക്കരുത് കേട്ടോ, താഴത്തെ വെള്ളം നോക്കാൻ മറക്കരുത്. അപ്പം നിങ്ങൾ ഓരോ പ്രാവശ്യവും ഇത് എടുക്കുന്ന സമയത്തുണ്ടല്ലോ കയ്യിലേക്ക് ആവി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ലെയർ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കയ്യിൽ ആവി തട്ടിക്കഴിഞ്ഞാൽ കൈ അങ്ങ് പൊള്ളുവേ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പണി കിട്ടുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്, അതുപോലെ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ശരിക്കും അങ്ങനെ ചുറ്റേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ ചുറ്റാണെങ്കിലും കയ്യിൽ ഒരു ടവൽ ടർക്കി ടവൽ പിടിച്ചോളൂ. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അടുത്ത ലെയറും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ലാസ്റ്റ് ലെയർ 10ാമത്തെ ലെയർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ മാവ്. അപ്പോൾ നിങ്ങളുടെ കിണ്ണനുസരിച്ച് നമ്മളെ പ്ലേറ്റ് അനുസരിച്ച് തവി എത്ര തവി വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഞാനിപ്പോൾ 1.5 തവി, വലിയ പ്ലേറ്റ് ആയതുകൊണ്ടാണ് 1.5 തവി ഒഴിച്ചിരിക്കുന്നത്. ചെറിയ പ്ലേറ്റ് ആണെങ്കിൽ 1 തവി ഒഴിച്ചാൽ മതിയാവും കേട്ടോ. ഇനി നമുക്കിതൊരു 8 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 35 മിനിറ്റ് എടുക്കും എല്ലാ പ്രോസസ്സിനും കൂടിയിട്ട് ഈ സ്റ്റീമിംഗ് പരിപാടി. അതായത് 9 ലെയർ 3 മിനിറ്റ് വെച്ചിട്ട് ചെയ്യുക. അതിനുശേഷം ബാക്കി നമ്മൾ ഒഴിച്ചിട്ട് പിന്നെ ഒരു 8 മിനിറ്റ്, അപ്പോൾ ഒരു 35 മിനിറ്റ് കേട്ടോ മൊത്തത്തിൽ മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ സ്റ്റീമിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെടുക്കുക, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒരുപാട് ചൂടോടുകൂടി നമുക്ക് ഒരിക്കലും മുറിച്ചെടുക്കാൻ പറ്റില്ല. ഒന്ന് ചൂടാറണം, ഓവറായി ചൂടാറാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒന്ന് പുറത്ത് വെക്കാം. അതിനുശേഷം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അതിരുന്ന് ചൂടാറട്ടെ കേട്ടോ. നന്നായി കുക്കായിട്ടുണ്ട്, അത് ഉറപ്പ് വരുത്തണേ. നമ്മളിപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാൻ പാടില്ല, നല്ല മിനുസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് ചൂടാറുമ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ കുറച്ചൊന്ന് വിട്ട് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കങ്ങ് കമത്തി വെക്കാം. അപ്പോൾ നമ്മുടെ ഇതൽ പത്തിരി തിരിച്ചിടാൻ സമയമായി. സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും ഒരു കത്തി എടുക്കുക, കത്തി വെച്ചിട്ട് നമുക്കൊന്ന് വിടിച്ചു കൊടുക്കാം കേട്ടോ. കമത്തി പിടിച്ചിട്ട് നന്നായി തട്ടുക, നന്നായിട്ട് തട്ടിയിട്ടും വന്നിട്ടില്ലെങ്കിൽ കത്തി കൊണ്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ. താഴത്തെ ഭാഗത്ത് ശരിക്കും എണ്ണ പരട്ടണം, എണ്ണ അല്ലെങ്കിൽ നെയ്യ് പരട്ടണം, എന്നാൽ മാത്രമേ നമുക്കിത് വിട്ട് കിട്ടുള്ളൂ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലെയേഴ്സ് നോക്കാം കേട്ടോ. നിങ്ങൾ ഇതുപോലെ തന്നെ എത്ര ലെയർ ഉണ്ടോ അത്ര ഊരി എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ എടുക്കണമെന്നൊന്നുമില്ല, നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് കാണിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് ഊരി എടുക്കാൻ പറ്റുന്നുള്ള കാര്യം. അപ്പോൾ ഓരോ ലെയറും ഇങ്ങനെ എടുക്കാം. ഞാൻ മേലത്തെ ലെയർ ഞാൻ ഊരി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഊരി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എടുക്കാം കേട്ടോ. ഇത്രയും സോഫ്റ്റാണ് നമ്മുടെ ഓരോ ഇതളെന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ലെയറായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം അത് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൽ പത്തിരി. അപ്പോൾ ഒരു ലെയർ അതിന് എടുത്തിട്ട് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, ട്രയാങ്കിളായിട്ട് മുറിച്ച് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ലെയറായിട്ട് അതിന് എടുത്ത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ സിമ്പിൾ നാടൻ നമ്മുടെ തക്കാളിയൊന്നും ചേർക്കാത്ത സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ കൂടെയാണ് അത് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പം ഇത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ കിണ്ണത്തപ്പല്ലേ അതേപോലെ തന്നെ, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി എന്ന് മാത്രം. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ്, കണ്ടില്ലേ, അതുപോലെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള പത്തിരിയാണ്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നാളേക്കാണ് ആവശ്യം, പക്ഷെ ഇന്ന് വൈകുന്നേരം തന്നെ നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആവശ്യമുള്ളത് എപ്പോഴാണോ ആ സമയത്ത് പുറത്തെടുത്തതിന് ശേഷം ഒന്ന് സ്റ്റീം ചെയ്യുക. ഒരു 5 ഇതേപോലെ തന്നെ 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഫ്രഷ് ആയിട്ട് പുതിയതുപോലെ ഉണ്ടാവും കേട്ടോ. ഇത് ഇപ്പൊ നോൺ വെജ് കഴിക്കാത്തവർക്ക് അല്ലെങ്കിൽ കറി ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് നമ്മുടെ തേങ്ങാപ്പാലും പഞ്ചസാരയില്ലേ അതിന്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും
തയ്യാറാക്കി നോക്കണേ. ഈസി പീസി ആയിട്ടുള്ള നമ്മുടെ ഇതൽ പത്തിരി. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്